നമസ്കാരം. നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ എക്സാമിന് വേണ്ടിയുള്ള ഒരു ക്വിക്ക് റിവിഷനാണ്. ലൈൻസ് ആൻഡ് ആംഗിൾസ് എന്ന് പറയുന്ന ചാപ്റ്റർ ഏകദേശം ഒരു 10-15 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് വളരെ വേഗത്തിൽ എങ്ങനെ മനസ്സിലാക്കിയെടുക്കാം എന്നതാണ് ഈ ഒരു വീഡിയോയിലൂടെ. ഇതിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒന്നും നമ്മൾ ചെയ്യുന്നില്ല, എങ്കിലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ്, ഈ പോയിന്റ്സ് നിങ്ങൾ മനസ്സിലാക്കി കഴിയുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഇതിലുള്ള പ്രൂഫ് അല്ലെങ്കിൽ പ്രൂവ് ചെയ്യാനുള്ള കുറേ ക്വസ്റ്റ്യൻസ് ഇതിലുണ്ട്. അപ്പോൾ ആ പ്രൂഫ് എല്ലാം വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. നിങ്ങൾ സ്കൂളിൽ നോട്ട്സ് ഒക്കെ തന്നിട്ടുണ്ടാവും. അതൊക്കെ മനസ്സിലാക്കി എടുക്കണമെങ്കിൽ ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഐഡിയ അല്ലെങ്കിൽ ബേസിക് ആയിട്ടുള്ള ടേംസ് എല്ലാം അറിഞ്ഞിരിക്കണം. അപ്പോൾ അങ്ങനെ ആ ബേസിക് ടേംസ് അല്ലെങ്കിൽ ഈ ചാപ്റ്ററിൻ്റെ ഒരു ഓവർവ്യൂ ആണ് നമ്മുടെ ഈ ക്ലാസ്സിലൂടെ. വളരെ നിങ്ങൾക്ക് ഒട്ടും വേസ്റ്റ് ആവില്ല. ഒരു 10-15 മിനിറ്റ് കൊണ്ട് നമുക്ക് ഈ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. അതുകൊണ്ട് നിങ്ങൾ ഈ ക്ലാസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക. അതിൽ ഓരോ ടേംസും പറയുന്ന ഓരോ സെൻറ്റൻസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത്യാവശ്യമുള്ളത് മാത്രമേ ഇതിൽ പറയുന്നുള്ളൂ. അപ്പോൾ 9th ക്ലാസ് 9ലെ ലൈൻസ് ആൻഡ് ആംഗിൾസ് എന്നുള്ള ചാപ്റ്ററാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്. ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ലൈൻസ് ആൻഡ് ആംഗിൾസ് കഴിഞ്ഞിട്ട് ഒരു സീരീസ് ഓഫ് ചാപ്റ്റർ അതുമായിട്ട് ബന്ധപ്പെട്ട് പ്രൂവ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് ടഫാണ് എന്ന് നമുക്കറിയാം. മനസ്സിലാക്കി എടുക്കുകയാണെങ്കിൽ വളരെ സിമ്പിളുമാണ്. അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാത്തതുകൊണ്ടാണ് നിങ്ങൾക്ക് ടഫായിട്ട് തോന്നുന്നത്. അപ്പോൾ ലൈൻസ് ആൻഡ് ആംഗിൾസ്, ട്രയാങ്കിൾസ്, ക്വാഡ്രിലാറ്ററൽ, സർക്കിൾസ്, ഈ 4 ചാപ്റ്ററും വളരെ വേഗത്തിൽ ഒരു ക്വിക്ക് റിവിഷനായിട്ട് നമുക്ക് ചെയ്യാനുള്ള വീഡിയോസ് ഞാൻ ഈ അടുത്ത സമയങ്ങളിൽ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. നിങ്ങളുടെ എക്സാമിന് മുമ്പ് തന്നെ ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ ഈ ചാപ്റ്ററിൽ അല്ലെങ്കിൽ ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ലൈൻസ് ആൻഡ് ആംഗിൾസ് എന്ന ചാപ്റ്ററാണ്. അപ്പോൾ ലൈൻസ് ആൻഡ് ആംഗിൾസ് എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ ആദ്യം ആ ടേംസ്, ആദ്യത്തെ 2 ടേംസ്, അതിൻ്റെ ഹെഡിങ് തന്നെ ലൈൻസ് ആൻഡ് ആംഗിൾസ്. അപ്പോൾ എന്താണ് ലൈൻ, എന്താണ് ആംഗിൾസ്, ഇതൊക്കെ നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്. എങ്കിലും ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രെയിറ്റ് ലൈൻസ് രണ്ട് സൈഡിലേക്കും എക്സ്റ്റെൻഡ് ചെയ്യുന്ന, ഇൻഡെഫിനിറ്റ് ആയിട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് പോകുന്ന ലൈൻസ്, ലൈൻ എക്സ്റ്റെൻഡ് ചെയ്ത് പോകുന്നതിനാണ് നമ്മൾ ലൈൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിലേതെങ്കിലും 2 പോയിന്റ് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരു ലൈൻ സെഗ്മെൻ്റ് ആവും. അതായത് ലൈൻ സെഗ്മെൻറ്റിന് 2 എൻഡ് പോയിന്റ്സ് കാണും. ഒന്ന് ഇനിഷ്യൽ പോയിന്റും ഒന്ന് അതിൻ്റെ ഫൈനൽ പോയിന്റും കാണും. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇത് AB എന്ന് പറയുന്ന ഒരു ലൈനാണ്. ഇത് L എന്ന് പറയുന്ന AB എന്ന് പറയുന്ന ലൈൻ സെഗ്മെൻ്റ് ആണ്. ഇത് L എന്നുള്ള ലൈനാണ്. ലൈൻ 2 സൈഡിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുന്നു. ലൈൻ സെഗ്മെൻറ്റ് 2 ഡെഫിനിറ്റ് പോയിന്റിൽ സ്റ്റോപ്പ് ചെയ്യുന്നു. ഓക്കെ, ഇനി വേറൊരെണ്ണമുണ്ട്. ഒരു സൈഡിൽ ഒരു പോയിന്റും രണ്ടാമത്തെ സൈഡ് ഒരു സൈഡിലേക്ക് മാത്രം എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട്. അതിനെ നമുക്ക് റേ എന്ന് പറയാം. അപ്പോൾ ഇത് റേ ആണ്. OA എന്ന് പറയുന്ന ഇത് റേ ആണ്. ഓക്കെ, അപ്പോൾ ലൈൻ പറഞ്ഞു 2 സൈഡിലേക്കും എക്സ്റ്റെൻഡ് ചെയ്യുന്നു. ലൈൻ സെഗ്മെന്റ് എന്ന് പറയുന്നത് 2 പോയിന്റിൽ എൻഡ് ചെയ്ത്, ഒരു പോയിന്റിൽ തുടങ്ങി അടുത്ത പോയിന്റിൽ നിൽക്കുന്നു. മൂന്നാമത്തെ റേ ആണ്. റേ എന്ന് പറഞ്ഞാൽ ഒരു പോയിന്റിൽ സ്റ്റാർട്ട് ചെയ്യുന്നു, ഇൻഫിനിറ്റ് ആയിട്ട് എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ടേയിരിക്കുന്നതാണ് റേ. ഇനി 2 റേസ് തമ്മിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ആംഗിൾ കിട്ടും. ഓക്കെ, ഇവിടെ നോക്കുക, OAB, അതായത് OA എന്ന് പറയുന്ന ഒരു റേ ഉണ്ട്, OB എന്ന് പറയുന്ന ഒരു റേ ഉണ്ട്. രണ്ടും കൂടെ ഒരുമിച്ച് വന്ന് ജോയിൻ ചെയ്യുമ്പോൾ നമുക്കിവിടെ ഒരു ആംഗിൾ ഫോം ചെയ്യും എന്ന് നമുക്കറിയാം. ഓക്കെ, ഈ ആംഗിൾസിനെ നമ്മൾ 3ആയിട്ട് തിരിച്ചിട്ടുണ്ട്. 3ഒന്നും അല്ല, പലതായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. മെയിനായിട്ടും അക്യൂട്ട് ആംഗിൾ, ഒബ്റ്റ്യൂസ് ആംഗിൾ, റൈറ്റ് ആംഗിൾ പഠിച്ചിട്ടുള്ളതല്ലേ. അക്യൂട്ട് ആംഗിൾ മീൻസ് acute ആംഗിൾ മീൻസ് ചെറിയ ആംഗിൾ, 90 ഡിഗ്രിയേക്കാളും കുറവുള്ള ആംഗിൾ, ലെസ് ദാൻ 90 ഡിഗ്രി അക്യൂട്ട് ആംഗിൾ. ഗ്രേറ്റർ ദാൻ 90 ഡിഗ്രി വരികയാണെങ്കിലോ ഒബ്റ്റ്യൂസ് ആംഗിൾ എന്ന് പറയും. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. ഇനി 90 ഡിഗ്രി തന്നെ വരികയാണെങ്കിലോ അതിനെ നമുക്ക് റൈറ്റ് ആംഗിൾ എന്ന് പറയാം. അപ്പോൾ റൈറ്റ് ആംഗിൾ 90 ഡിഗ്രിയാണ്. അക്യൂട്ട് ആംഗിൾ അല്ലെങ്കിൽ അക്യൂട്ട് ആംഗിൾ അത് ലെസ് ദാൻ 90 ഡിഗ്രിയാണ്. ഇനി ഗ്രേറ്റർ ദാൻ 90 ഡിഗ്രി വരികയാണെങ്കിൽ ഒബ്റ്റ്യൂസ് ആംഗിൾ നമുക്ക് പറയാം അല്ലേ. അത് 3 ബേസിക് ആയിട്ടുള്ള ഡിവിഷൻ. ഇനി നമുക്ക് സ്ട്രെയിറ്റ് ആംഗിൾ എന്താണെന്ന് നോക്കാം. സ്ട്രെയിറ്റ് ആംഗിൾ എന്ന് പറഞ്ഞാൽ ഒരു സ്ട്രെയിറ്റ് ലൈനിൽ വരുന്ന ആംഗിൾ. ഇവിടെ ഒരു പോയിന്റ്, നമ്മൾ A എന്ന് പറയുന്ന ഒരു പോയിന്റ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ആംഗിൾ ഉണ്ടല്ലോ, സ്ട്രെയിറ്റ് ലൈൻ 180 ഡിഗ്രി വരുന്ന ഒരു ആംഗിൾ. നമ്മൾ പ്രൊട്രാക്ടർ വയ്ക്കുമ്പോൾ അതിൽ ഏറ്റവും താഴെയുള്ള ബേസ് ലൈൻ, അതായത് ആ 180 ഡിഗ്രിയുള്ള ലൈൻ, അതിനെ നമുക്ക് എന്ത് പറയാം, ഒരു ബേസ് ആംഗിളായിട്ട് കൺസിഡർ ചെയ്യാം. അപ്പോൾ ഒരു ലൈൻ സെഗ്മെന്റ് അല്ലെങ്കിൽ ഒരു ലൈനിൻ്റെയൊക്കെ ആംഗിൾ എന്ന് പറഞ്ഞാൽ അത് 180 ഡിഗ്രി ആയിരിക്കും. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങൾക്ക് പലപ്പോഴും ഉപയോഗം വരുന്ന കാര്യമാണ്. അപ്പോൾ ഇതാണ് സ്ട്രെയിറ്റ് ആംഗിൾ. ഇനി മറ്റൊന്നുണ്ട്, റിഫ്ലെക്സ് ആംഗിൾ ഉണ്ട്. റിഫ്ലെക്സ് ആംഗിൾ എന്ന് വെച്ചാൽ ഇങ്ങനെ നമ്മൾ സാധാരണ ഒരു ആംഗിൾ വരയ്ക്കുമ്പോൾ ഇങ്ങനെ ഒരു ആംഗിൾ വരയ്ക്കുന്നത്, ഇത് നമുക്ക് ഒബ്റ്റ്യൂസ് ആംഗിൾ ആണെന്ന് അറിയാം അല്ലേ. ഇത് 90 ഡിഗ്രിയേക്കാളും കൂടുതലാണെന്ന് ഒബ്റ്റ്യൂസ് ആംഗിളിന് അറിയാം. ഇതിന് ഈ ഒബ്റ്റ്യൂസ് ആംഗിളിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ഇവിടെ ഒരു ആംഗിൾ ഉണ്ടല്ലോ, അതായത് ഈ ആംഗിളിനെയാണ് നമ്മൾ റിഫ്ലെക്സ് ആംഗിൾ എന്ന് പറയുന്നത്. വളരെ സിമ്പിളാണ് റിഫ്ലെക്സ് ആംഗിൾ കണ്ടുപിടിക്കാൻ. ഇതിനകത്ത് 1-2 ക്വസ്റ്റ്യൻ നമുക്ക് എക്സസൈസിൽ റിഫ്ലെക്സ് ആംഗിൾ കണ്ടുപിടിക്കാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട്. അതായത് അതിന് നമ്മൾ ഈ ഒബ്റ്റ്യൂസ് ആംഗിൾ കണ്ടുപിടിച്ചതിന് ശേഷം ഇവിടെ എക്സ് എന്ന് പറയുന്ന ഒരു ഒബ്റ്റ്യൂസ് ആംഗിൾ ഉണ്ടെന്ന് വിചാരിക്കുക. ഈ എക്സ് എന്ന് പറയുന്ന
ഒബ്റ്റ്യൂസ് ആംഗിൾ കണ്ടുപിടിച്ചതിന് ശേഷം 360യിൽ നിന്ന് സബ്ട്രാക്ട് ചെയ്താൽ അതിൻ്റെ റിഫ്ലെക്സ് ആംഗിൾ കിട്ടും. അപ്പോൾ ഏതൊരു ആംഗിളിൻ്റെ റിഫ്ലെക്സ് ആംഗിൾ കണ്ടുപിടിക്കണമെങ്കിൽ 360യിൽ നിന്ന് സബ്ട്രാക്ട് ചെയ്യണം. എവിടെ നിന്നാണ് 360 കിട്ടിയത്? 360 എന്ന് പറഞ്ഞ ഒരു കംപ്ലീറ്റ് ആംഗിളാണ്. ഇതിനെ ഫുൾ ഒരു പോയിന്റിന് ചുറ്റും ഒരു റൗണ്ട് അല്ലെങ്കിൽ ഒരു സർക്കിളിൽ വരുന്ന ആംഗിൾ എന്ന് പറയുന്നത് 360 ഡിഗ്രിയാണ്. അതുകൊണ്ട് നമുക്ക് ഏത് ആംഗിളിൻ്റെയും റിഫ്ലെക്സ് ആംഗിൾ കണ്ടുപിടിക്കാം ബൈ സബ്ട്രാക്ടിങ് ഫ്രം 360 ഡിഗ്രി. 360 ഡിഗ്രിയിൽ നിന്ന് സബ്ട്രാക്ട് ചെയ്തിട്ട് നമുക്ക് റിഫ്ലെക്സ് ആംഗിൾ കണ്ടുപിടിക്കാം. നമുക്ക് 1-2 ക്വസ്റ്റ്യൻസ് ഇതിൽ ചെയ്യാനുണ്ട് റിഫ്ലെക്സ് ആംഗിൾ കണ്ടുപിടിക്കും. ഓൾറെഡി നിങ്ങൾ കണ്ട് കാണും ആ ക്വസ്റ്റ്യൻസ്. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? അതിൻ്റെ ആംഗിൾ, മെയിൻ ആയിട്ടുള്ള ആംഗിൾ, അക്യൂട്ട് ആംഗിൾ അല്ലെങ്കിൽ ഒബ്റ്റ്യൂസ് ആംഗിൾ ഏതാണെന്ന് വെച്ചാൽ കണ്ടുപിടിച്ചിട്ട് 360യിൽ നിന്ന് സബ്ട്രാക്ട് ചെയ്ത് കൊടുത്താൽ മതി, നമുക്ക് റിഫ്ലെക്സ് ആംഗിൾ കിട്ടും. അപ്പോൾ അതാണ് റിഫ്ലെക്സ് ആംഗിൾ. അപ്പോൾ ഇത്രയും ആംഗിൾസിൻ്റെ ടൈപ്സ് ഓർത്തിരിക്കുക: അക്യൂട്ട് ആംഗിൾ, ഒബ്റ്റ്യൂസ് ആംഗിൾ, റൈറ്റ് ആംഗിൾ, സ്ട്രൈറ്റ് ആംഗിൾ, റിഫ്ലെക്സ് ആംഗിൾ, കംപ്ലീറ്റ് ആംഗിൾ. കംപ്ലീറ്റ് ആംഗിൾ 360 ഡിഗ്രിയാണ്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ആദ്യത്തെ ഒരു ടേമിൽ ഇതുമായിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. ഇനി 2 ടേംസ് ഉണ്ട്. അത് പലപ്പോഴും നമുക്ക് ഈ ചാപ്റ്ററിൽ പല ഭാഗത്തും നമ്മൾ ഉപയോഗിക്കുന്ന 2 ടേംസ് ആണ്. അത് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തെ ടേം കോംപ്ലിമെൻ്ററി ആംഗിളും രണ്ടാമത്തത് സപ്ലിമെൻ്ററി ആംഗിളും ഉണ്ട്. ഓക്കെ, കോംപ്ലിമെൻ്ററി ആൻഡ് സപ്ലിമെൻ്ററി. കോംപ്ലിമെൻ്ററി, സപ്ലിമെൻ്ററി, ഈ 2 ടേംസ് നമ്മൾ പലപ്പോഴും ഇതിൽ കേട്ടിട്ടുണ്ട്. കോംപ്ലിമെൻ്ററി എന്ന് പറഞ്ഞാൽ സം 90 ഡിഗ്രി വരുവാണെങ്കിൽ, 2 ആംഗിളിൻ്റെ സം 90 ഡിഗ്രി വരുവാണെങ്കിൽ ഇത് കോംപ്ലിമെൻ്ററി ആംഗിൾസ് ആണ്. എക്സാമ്പിളായിട്ട് 60 ഡിഗ്രി ഉള്ള ഒരു ആംഗിളും 30 ഡിഗ്രി ഉള്ള വേറൊരു ആംഗിളും രണ്ടും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? 90 ഡിഗ്രി കിട്ടുമല്ലോ. അപ്പോൾ 60യും 30യും 2 ആംഗിൾസ് ആഡ് ചെയ്യുമ്പോൾ 90 ഡിഗ്രി കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഈ 60യും 30യും എന്താണ്? കോംപ്ലിമെൻ്ററി ആംഗിൾസ് ആണ്. സപ്ലിമെൻ്ററി എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 2 ആംഗിൾസ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 180 ഡിഗ്രി കിട്ടണം. 180 ഡിഗ്രി 180 ഡിഗ്രി കിട്ടുകയാണെങ്കിൽ അതിന് സപ്ലിമെൻ്ററി ആംഗിൾസ് എന്ന് പറയും. ഏതെങ്കിലും 2 ആംഗിൾസ്, ഫോർ എക്സാമ്പിൾ 110ഉം 70യും രണ്ടും കൂടെ ആഡ് ചെയ്ത് എത്ര കിട്ടും? 180 കിട്ടും. അതായത് 110ഉം 70യും കൂടെ ആഡ് ചെയ്താൽ 180 കിട്ടുന്നത് കൊണ്ട് രണ്ടും എന്താണ്? സപ്ലിമെൻ്ററി ആംഗിൾസ് ആണ്. അപ്പോൾ 2 ആംഗിൾ സപ്ലിമെൻ്ററി ആവണമെങ്കിൽ എന്ത് ചെയ്യണം? അതിൻ്റെ സം ഓഫ് ദ ആംഗിൾ ഷുഡ് ബി 180 ഡിഗ്രി. ഓക്കെ, അതാണ് സപ്ലിമെൻ്ററി. ഇതിനകത്ത് ഒരുപാട് മിക്കവാറും എല്ലാ ക്വസ്റ്റിനും നമുക്ക് സപ്ലിമെൻ്ററി വരുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മൾ ഇനി അങ്ങോട്ട് പഠിക്കുന്ന തിയറംസിലെല്ലാം സപ്ലിമെൻ്ററി എന്നൊരു വേർഡ് വരുന്നുണ്ട്. നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. അത് സപ്ലിമെൻ്ററി എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ 180 ഡിഗ്രി. കോംപ്ലിമെൻ്ററി വളരെ അപൂർവമായിട്ട് നമുക്ക് വരുന്നുള്ളൂ, ഒരുപാടൊന്നും വരുന്നില്ല. പക്ഷേ സപ്ലിമെൻ്ററി ഇടയ്ക്കിടയ്ക്ക് നമുക്ക് വരുന്നതാണ്. ഓക്കെ, ഇനി അടുത്ത ഒരു ടേം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അഡ്ജസൻ്റ് ആംഗിൾസ് ഉണ്ട്. അഡ്ജസൻ്റ് ആംഗിൾസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 2 ആംഗിൾസ് ഇതുപോലെ അടുത്തടുത്ത് വരികയാണെങ്കിൽ ഇതാ ഇങ്ങനെ 2 ആംഗിൾസ് അടുത്തടുത്ത് വരുന്നു. അപ്പോൾ നോക്കിയേ, ഈ ആംഗിളിൻ്റെ തൊട്ടടുത്ത് വരുന്ന ആംഗിളാണിത്. അപ്പോൾ ഇത് രണ്ടും എന്താണ്? അഡ്ജസൻ്റ് ആംഗിൾസ് ആണ്. ഓക്കെ, ഇങ്ങനെ അഡ്ജസൻ്റ് ആംഗിൾ ഉണ്ടെങ്കിൽ ഇങ്ങനെ വരച്ചു നോക്കിയതാ, ഇങ്ങനെ വരയ്ക്കുക, തിരിച്ചിങ്ങനെ. ഞാനൊരു ഈ അഡ്ജസൻ്റ് ആംഗിൾസ് ലീനിയർ പെയർ കണ്ടുപിടിക്കുന്ന ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. വളരെ ഈസി ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഈ ലീനിയർ പെയറൊക്കെ പലർക്കും തെറ്റിപ്പോകുന്നതാണ്, ഡൗട്ട് വരുന്നതാണ്. അത് ഈസി ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ ഒരു മെത്തേഡ്, ഇങ്ങനെ വരച്ച് നോക്കുന്ന ഒരു മെത്തേഡ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് അപ്ലോഡ് ചെയ്തിട്ടുള്ളതുകൊണ്ട് ഞാൻ വീണ്ടും അത് പറയുന്നില്ല. എങ്കിലും ഓർത്തിരിക്കുക, അടുത്തടുത്ത് വരുന്ന 2 ആംഗിൾസ് ആണ് അഡ്ജസൻ്റ് ആംഗിൾസ്. ഇനി അടുത്തടുത്ത് വരുന്ന ആംഗിളിൻ്റെ സം 180 ഡിഗ്രി ആണെങ്കിലോ നമുക്കതിന് ലീനിയർ പെയർ എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ, അത് ലീനിയർ പെയർ കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമുണ്ട്. ഏറ്റവും താഴെ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. ഈ സ്ട്രെയിറ്റ് ലൈനിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും വരുന്ന ആംഗിൾസ് 180 ഡിഗ്രി ആണെങ്കിൽ, സ്ട്രെയിറ്റ് ലൈനിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും വരുന്ന ആംഗിൾസ് 180 ആണല്ലോ. അതായത് അഡ്ജസൻറ്റുമാണ് ഇവിടെ എക്സ് എന്ന് പറയുന്ന ആംഗിളും വൈ എന്ന് പറയുന്ന ആംഗിളും. ഈ എക്സും വൈയും കൂടെ ആഡ് ചെയ്താൽ എത്ര കിട്ടും? 180 കിട്ടുന്നുണ്ട്. ഇത് രണ്ടും അടുത്തടുത്തുള്ള ആംഗിൾസും ആണെങ്കിൽ അതിനെ നമുക്ക് ലീനിയർ പെയർ എന്ന് പറയാം. ലീനിയർ പെയർ. അപ്പോൾ ലീനിയർ പെയറിൽ സം ഓഫ് ദ ആംഗിൾസ് ഓൾവേസ് 180 ഡിഗ്രി. ലീനിയർ പെയർ എന്ന് പറഞ്ഞാൽ തന്നെ 180 ഡിഗ്രി എന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ലീനിയർ പെയറിലെ സം ഓഫ് ദ ആംഗിൾസ് എത്രയായിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും. അല്ലെങ്കിൽ ഇത് സപ്ലിമെൻ്ററി ആംഗിൾസ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതാണ് ലീനിയർ പെയർ, അഡ്ജസൻ്റ് ആംഗിൾസ്, ലീനിയർ പെയർ, ഈ 2 ടേംസ്. ഇതിൽ ഓരോന്നും ഓർത്തിരിക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി 2 ലൈൻസ് തമ്മിൽ കൂട്ടിമുട്ടുകയാണെങ്കിൽ ഇന്റർസെക്റ്റിംഗ് ലൈൻസ് എന്ന് പറഞ്ഞാൽ, കൂട്ടിമുട്ടിയില്ലെങ്കിൽ നോൺ ഇന്റർസെക്റ്റിംഗ് ലൈൻസ് എന്ന് പറയാം അല്ലേ? 2 ലൈൻസ് തമ്മിൽ കൂട്ടിമുട്ടുകയാണെങ്കിൽ ഇന്റർസെക്റ്റിംഗ്, കൂട്ടിമുട്ടിയില്ലെങ്കിലോ നോൺ ഇന്റർസെക്റ്റിംഗ്. അപ്പോൾ ഇന്റർസെക്റ്റിംഗ് ലൈൻസ് ആണെങ്കിൽ ആ കൂട്ടിമുട്ടുന്നത് നമ്മൾ പല രീതിയിൽ കൂട്ടിമുട്ടാം അല്ലേ? ഇത് 2 ലൈൻസ് കൂട്ടിമുട്ടിയിരിക്കുകയാണ്. ഇനി ഇതാ ഈ ലൈൻ ഇങ്ങനെയാണ് കൂട്ടിമുട്ടുന്നത് വിചാരിക്കുക. അപ്പോൾ ഇവിടെ ക്രിയേറ്റ് ആവുന്ന ആംഗിൾ എത്രയായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. ഇങ്ങനെ 90 ഡിഗ്രിയിൽ 2 ആംഗിൾസ് കൂട്ടിമുട്ടി കഴിഞ്ഞാൽ, 2 ലൈൻസ് കൂട്ടിമുട്ടി കഴിഞ്ഞാൽ അതിന് നമ്മൾ പഠിച്ചിട്ടുണ്ട് പെർപെൻഡിക്കുലർ ലൈൻസ് അല്ലേ? 90 ഡിഗ്രി. ഇനി ഇത് കൂട്ടിമുട്ടുന്നേ ഇല്ല, എത്ര നമ്മൾ വരച്ചാലും. ഇപ്പോൾ ഒരു റെയിൽവേ ട്രാക്ക്, 2 ലൈൻസ്, രണ്ട് പാളങ്ങൾ തമ്മിൽ, 2 റെയിൽസ് തമ്മിൽ എത്ര ദൂരത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അത് കൂട്ടിമുട്ടില്ലല്ലേ? അത് 2 ലൈൻസായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതെന്തായിരിക്കും? അത് 2 പാരലൽ ലൈൻസ് ആയിരിക്കും. അപ്പോൾ ഇനി നമുക്ക് പഠിക്കാനുള്ളത് പാരലൽ ലൈൻസിനെ പറ്റിയാണ്. അപ്പോൾ ലീനിയർ പെയർ വരെ ഓർത്തിരിക്കുക. ഓക്കെ, ലീനിയർ പെയർ വരെ ഓർത്തിരിക്കുക. അവിടെ ഒരു കാര്യങ്ങൾ ഓർത്തിരിക്കുക, ഇങ്ങനെ 2 ലൈൻസ് തമ്മിൽ കൂട്ടിമുട്ടി കഴിഞ്ഞാലേ ഇവിടെ 2 ആംഗിൾസ് ക്രിയേറ്റ് ആവുന്നുണ്ടല്ലേ? നേരെ ഓപ്പോസിറ്റ് ആംഗിൾസ്.
അല്ലേ? ഒരു ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും മറ്റേ ആംഗിൾ. ഇങ്ങനെ ഈ വരുന്ന രണ്ട് ആംഗിൾസിന് നമുക്ക് വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് എന്ന് പറയാം. വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ്. ഈ വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിളിൻ്റെ പ്രത്യേകത ദേ ആർ ഈക്വൽ. ഓക്കെ, വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് എപ്പോഴും ഈക്വൽ ആയിരിക്കും. ഇപ്പോൾ രണ്ട് ലൈൻസ് ഇങ്ങനെ കൂട്ടിമുട്ടി നോക്കിയേ, ഈ ആംഗിൾ എക്സ് ആണെങ്കിൽ ഈ ആംഗിൾ എന്ത് തന്നെയായിരിക്കും? എക്സ് തന്നെ ആയിരിക്കും. ഓർത്തിരിക്കുക. അപ്പോൾ വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഓൾവേസ് ഈക്വൽ. ഇതെല്ലാം നമ്മൾ 7th പഠിച്ചിട്ടുള്ളതാണ്. എങ്കിലും നിങ്ങൾ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ എക്സാമിന് ഉപകരിക്കും. ഇനി ഈ ആംഗിൾ വൈ ആണെങ്കിലോ, ഈ ആംഗിളും വൈ തന്നെ ആയിരിക്കും. അതിൻ്റെ റീസണും എന്താ? വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾ. അപ്പോൾ ഈ ഇതിൽ നമുക്ക് ഈ എക്സും വൈയും കൂടെ ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 180 ഡിഗ്രി കിട്ടും. കാരണം അത് ലീനിയർ പെയർ ആണ്. മനസ്സിലായോ? ഇത് രണ്ടും ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ്, വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ്. അത് രണ്ടും ഈക്വൽ ആണ്. ഇപ്പോൾ എക്സും വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾ ആണ്, അത് രണ്ടും ഈക്വൽ ആണ്. വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ സെയിം. ഇനി ഈ എക്സും വൈയും കൂടെ തൊട്ടടുത്തുള്ള ആംഗിൾസ് ആണെന്ന് വിചാരിക്കുക. അപ്പോൾ എന്ത് ചെയ്യും? അത് രണ്ടും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 180 ഡിഗ്രി കിട്ടും. 180 ഡിഗ്രി മീൻസ് അത് ലീനിയർ പെയർ ആണ്. അപ്പോൾ ഇതിൽ തന്നെ നമുക്ക് ലീനിയർ പെയറും പറയാം, വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസും പറയാം. അപ്പോൾ ഇത്രയും ടേംസ് നമ്മൾ പഠിക്കുകയാണെങ്കിൽ ലൈൻസ് മുതൽ ആംഗിൾസിൻ്റെ ക്ലാസിഫിക്കേഷൻ, വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ്, ലീനിയർ പെയർ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് റിഫ്ലക്സ് ആംഗിളും കൂടെ മനസ്സിലാക്കുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് ആ ഫസ്റ്റ് എക്സസൈസ് നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഫസ്റ്റ് എക്സസൈസ് ഇനിയൊന്ന് ഇത്രയും കേട്ടതിന് ശേഷം ഇനി നമുക്ക് ആ എക്സസൈസ് ഒന്ന് ഓടിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് അത് മനസ്സിലാക്കാൻ പറ്റും. നോക്കിക്കോളൂ ഇനി. അല്ലെങ്കിൽ പ്രൂവ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ്, ഈ മെയിൻ പോയിന്റ്സ് ഒന്ന് എഴുതിയിട്ടതിന് ശേഷമേ നിങ്ങൾ ആ പ്രൂവ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് വായിച്ച് നോക്കി. വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഇനി അത് കഴിഞ്ഞിട്ട് ഇനി അടുത്തത് പഠിക്കാനുള്ളത് നമ്മൾ ഇതും 7th തന്നെ പഠിച്ചിട്ടുള്ളതിൻ്റെ കണ്ടിന്യൂഷനാണ്. അപ്പോൾ ഇപ്പോഴത്തെ ടെക്സ്റ്റിൽ വളരെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ. പക്ഷേ അത് പഠിക്കണമെങ്കിൽ അതിന് മുമ്പുള്ള കുറച്ച് അഡീഷണൽ കാര്യങ്ങൾ കൂടെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ പഠിക്കാനുള്ള 3 പാരലൽ ലൈൻസ് വരുന്നത് മാത്രമേ ഉള്ളൂ. പക്ഷേ നമുക്ക് 2 പാരലൽ ലൈൻസ് വരുന്നതിൻ്റെ ആ ഒരു ബേസിക് ഐഡിയ ഉണ്ടെങ്കിൽ ഈ 3 പാരലൽ ലൈൻസ് വരുന്നതും അല്ല ഇതിനകത്തുള്ള സെക്കൻഡ് എക്സസൈസിൽ എല്ലാ ക്വസ്റ്റ്യനും ചെയ്യാൻ പറ്റും. ഒരു സംശയം വേണ്ട. അതായത് നമ്മളിപ്പോൾ 2 ലൈൻസ് പാരലാണെന്ന് പറയണമെങ്കിൽ അവിടെ അത് തമ്മിൽ ഒരിക്കലും കൂട്ടിമുട്ടാൻ പാടില്ല. നമുക്കറിയാം അല്ലേ? അപ്പോൾ ബോർഡിൽ വരയ്ക്കുമ്പോൾ കുറച്ചൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വ്യത്യാസമൊക്കെ വരും കേട്ടോ. ഞാനിത് സ്കെയിലൊന്നും ഉപയോഗിക്കുന്നില്ല, അതുകൊണ്ടാണ്. അത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കും 2 പാരലൽ ലൈൻസ് ആണ്. അല്ലെങ്കിൽ സംശയം ഉണ്ടെങ്കിൽ ഞാൻ അവിടെ എഴുതിയിടാം. ഇത് എല്ലും ഇത് എമ്മും. അപ്പോൾ എൽ പാരലൽ ടു എം. ഇനി സംശയം വരുന്നില്ലല്ലോ, എല്ലും എമ്മും പാരലലാണ്. ഇനി ഈ 2 പാരലൽ ലൈൻസിനെ ഞാനൊരു ട്രാൻസ്വേഴ്സൽ കൊണ്ട് കട്ട് ചെയ്യുന്നു. അല്ലെങ്കിൽ ഒരു ട്രാൻസ്വേഴ്സൽ ഒന്നും കേട്ട് പേടിക്കണ്ട. അത് ഒരു ലൈൻ അതിനെ കട്ട് ചെയ്ത് പോകുന്നതിന് ട്രാൻസ്വേഴ്സൽ എന്ന് പറയും. ഇത് 2 പാരലൽ ലൈൻസ് ആണ്. അപ്പോൾ എക്സ് എന്ന് പറയുന്ന ഒരു ലൈൻ എന്ത് ചെയ്യുന്നു? ഇതിനെ കട്ട് ചെയ്ത് ഇതിനെ ക്രോസ് ചെയ്ത് പോകുന്നു. അപ്പോൾ ഇവിടെ 8 ആംഗിൾസ് ഫോം ചെയ്യും. 8 ആംഗിൾസ് ഫോം ചെയ്യും. ആണല്ലോ. ഏതൊക്കെയാണ് 8 ആംഗിൾസ്? ഇത് 1, 2, 3, 4, 5, 6, 7, 8 ആണല്ലോ. 8 ആംഗിൾസ് ഇവിടെ ഫോം ചെയ്യും. നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് ഈ 8 ആംഗിളിൻ്റെയും പ്രത്യേകതകളാണ്. ഈ 8 ആംഗിളിൻ്റെയും പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു ടേം ഉണ്ട്. അതിൻ്റെ പേര് കറസ്പോണ്ടിങ് ആംഗിൾസ് എന്നാണ്. കറസ്പോണ്ടിങ് ആംഗിൾസ് എന്താക്കിയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആംഗിളും ഈ ആംഗിളും ആംഗിൾ 1, ആംഗിൾ 5 കറസ്പോണ്ടിങ് ആംഗിൾസ് ആണ്. ആൻഡ് ദേ ആർ ഈക്വൽ. കറസ്പോണ്ടിങ് ആംഗിൾസ് ആർ ഓൾവേസ് ഈക്വൽ. ഇഫ് ദ ലൈൻസ് ആർ പാരലൽ, ലൈൻസ് പാരലൽ ആണെങ്കിൽ കറസ്പോണ്ടിങ് ആംഗിൾസ് ആർ ഈക്വൽ. അതാണ് ഫസ്റ്റ് പഠിക്കാനുള്ളത്. ഓക്കെ, 7th പഠിച്ചതാണ്, നിങ്ങൾക്ക് അറിയാതൊക്കെ. അപ്പോൾ ആംഗിൾ 1 ഈസ് ഈക്വൽ ടു ആംഗിൾ 5 ആയിരിക്കും. വേറെ കറസ്പോണ്ടിങ് ആംഗിൾസ് ഏതൊക്കെ ഉണ്ട്? 2ഉം 6ഉം. ഓക്കെ, ആംഗിൾ 2 ഈക്വൽ ടു ആംഗിൾ 6 ആയിരിക്കും. കറസ്പോണ്ടിങ് ആംഗിൾസ് ആർ ഈക്വൽ. ഓർത്തിരിക്കുക. അതുപോലെ തന്നെ ആംഗിൾ 4 ഈക്വൽ ടു ആംഗിൾ 8 ആയിരിക്കും. ആംഗിൾ 3 ഈക്വൽ ടു ആംഗിൾ 7 ആയിരിക്കും. അപ്പോൾ ഇതെല്ലാം കറസ്പോണ്ടിങ് ആംഗിൾസ് ആണ്. 1ഉം കണ്ടാൽ തന്നെ അറിയാതെ ഇത് രണ്ടും ഈക്വൽ ആണെന്ന്. 1ഉം 5ഉം ഈക്വൽ, 2ഉം 6ഉം ഈക്വൽ, 4ഉം 8ഉം ഈക്വൽ, 3ഉം 7ഉം ഈക്വൽ. അപ്പോൾ ഇതെന്താണ്? കറസ്പോണ്ടിങ് ആംഗിൾസ് ആണ്. ഓക്കെ, ഇനി അപ്പോൾ കറസ്പോണ്ടിങ് ആംഗിൾസ് എന്താണ്? രണ്ടും ഈക്വൽ ആണെന്ന് നമുക്കറിയാം. ഇനി അടുത്തത് പഠിക്കാനുള്ളത് ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾസ് ആണ്. നോക്കിയേ, ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾസ്. അകത്തുള്ള ഓൾട്ടർനേറ്റ്, പേരിൽ തന്നെ ഉണ്ട് ഇതെല്ലാം. ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾസ് എന്ന് പറയും. ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾസ് എന്ന് പറഞ്ഞാൽ ഇവിടെ നോക്കി 3ഉം 5ഉം. ഓക്കെ, അപ്പോൾ ആംഗിൾ 3ഉം ആംഗിൾ 5ഉം സെയിം തന്നെ ആയിരിക്കും. കണ്ടാൽ തന്നെ അറിയാം. ഇതാണ് ഇത് രണ്ട് ഒബ്റ്റ്യൂസ് ആംഗിൾ ഒരുപോലെ തന്നെ ഇരിക്കുകയല്ലേ 3ഉം 5ഉം. സോ ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾസ് ആർ സെയിം. ആംഗിൾ 3 ഈക്വൽ ടു ആംഗിൾ 5, ആംഗിൾ 4 ഈക്വൽ ടു ആംഗിൾ 6. ആക്ച്വലി നിങ്ങൾക്ക് പറയേണ്ട കാര്യം തന്നെയില്ല, വളരെ സിമ്പിളാണ്. ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾസ് സെയിം ആണ്. ഇനി അടുത്തൊരു ടേം ഓൾട്ടർനേറ്റ് എക്സ്റ്റീരിയർ ആംഗിൾ ആണ്. ഓൾട്ടർനേറ്റ് എക്സ്റ്റീരിയർ ആംഗിൾസ് എന്താണ്? നോക്കിയേ, ഇതാണ് പുറത്ത് വരുന്ന ആംഗിൾസ്. ആംഗിൾ 1ഉം ആംഗിൾ 7ഉം അതും സെയിം ആണ്.
ഇതിൻ്റെ ഷേപ്പ് ഒന്ന് ഏകദേശം നിങ്ങൾക്ക് ബേസിക് ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ഷേപ്പൊക്കെ ഏകദേശം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ വണ്ണും പിന്നെ ഏതാ ഓൾട്ടർനേറ്റ് എക്സ്റ്റീരിയർ ആംഗിൾ 1ഉം 7ഉം, അതുപോലെ 2ഉം ആംഗിൾ 8ഉം, ആംഗിൾ 2 8ഉം ഈക്വലാണ്. സോ ദേ ആർ ഓൾട്ടർനേറ്റ് എക്സ്റ്റീരിയർ ആംഗിൾ. അപ്പോൾ ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾസ് ആണ് നമുക്ക് മിക്കവാറും ക്വസ്റ്റ്യനിലൊക്കെ വരുന്നത്. എക്സ്റ്റീരിയർ ആംഗിൾസ് വളരെ നമുക്ക് ഈ കണ്ടുപിടിക്കാൻ പറ്റുന്നുള്ളൂ. കാരണം ഇൻറ്റീരിയർ ആംഗിൾസ് സെയിം ആണെങ്കിൽ അതിൻ്റെ ഈക്വൽ ആയിരിക്കും വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് വെച്ച് കണ്ടുപിടിക്കാം. ക്വസ്റ്റ്യൻ വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ചെയ്യുമ്പോൾ മനസ്സിലാവും. ഇത് ഓർത്തിരിക്കുക, ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾസും കറസ്പോണ്ടിങ് ആംഗിൾസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത പറയാൻ പോകുന്നതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ആംഗിൾസ് ഓൺ ദ സെയിം സൈഡ് ഓഫ് ട്രാൻസ്വേഴ്സൽ അല്ലെങ്കിൽ കോ ഇൻറ്റീരിയർ ആംഗിൾസ്, അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. ആംഗിൾസ് ഓൺ ദ സെയിം സൈഡ്, ആംഗിൾസ് ഓൺ ദ സെയിം സൈഡ് ഓഫ് ട്രാൻസ്വേഴ്സൽ എന്നാണ് കേട്ടോ. ഓൾ ആംഗിൾസ് ഓൺ ദ സെയിം സൈഡ് ഓഫ് ട്രാൻസ്വേഴ്സൽ, അതായത് ആ ട്രാൻസ്വേഴ്സലിൻ്റെ ഒരേ സൈഡിൽ വരുന്നു 3ഉം 6ഉം, ആംഗിൾ 3ഉം ആംഗിൾ 6ഉം. ഈ ഒരേ സൈഡിൽ വരുന്ന ആംഗിൾസ് തമ്മിൽ ആഡ് ചെയ്താൽ നമുക്ക് 180 ഡിഗ്രി കിട്ടും. അതായത് ദേ ആർ സപ്ലിമെൻ്ററി. അപ്പോൾ അത് ഓർത്തിരിക്കണേ. ആംഗിൾസ് ഓൺ സെയിം സൈഡ് ഓഫ് ട്രാൻസ്വേഴ്സൽ ആർ സപ്ലിമെൻ്ററി. സെയിം സൈഡ് ഓഫ് ട്രാൻസ്വേഴ്സൽ അല്ലെങ്കിൽ ട്രാൻസ്വേഴ്സലിൻ്റെ സെയിം സൈഡിൽ വരുന്ന ആംഗിൾസ് സപ്ലിമെൻ്ററി ആയിരിക്കും, 180 ഡിഗ്രി ആയിരിക്കും. നോക്കി, ആംഗിൾ 3ഉം ആംഗിൾ 6ഉം കൂടെ ആഡ് ചെയ്താൽ 180 ഡിഗ്രിയാണ്. ആംഗിൾ 4ഉം ആംഗിൾ 5ഉം കൂടെ ആഡ് ചെയ്താലും 180 ഡിഗ്രിയാണ്. അപ്പോൾ ഇത് 180 ഡിഗ്രിയാണ്. ആംഗിൾസ് ഓൺ ദ സെയിം സൈഡ് ഓഫ് ട്രാൻസ്വേഴ്സൽ ഈസ് 180 ഡിഗ്രി. ഇനി ഇതിലെ അടുത്ത പോയിന്റ് നോക്കാം. അതായത് ഈ പാരലൽ ലൈൻസ് തന്നെ നമ്മളിപ്പോൾ പറഞ്ഞ 2 പാരലൽ ലൈൻസിൻ്റെ കാര്യമാണ് അല്ലേ. ഇനി പറയാൻ പോകുന്നത് നമുക്ക് 3 പാരലൽ ലൈൻസ് വരുന്ന ഒരു തിയറം നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ കറസ്പോണ്ടിങ് ആംഗിൾസ് ഈക്വൽ ആണെന്ന് പറഞ്ഞു, ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾസ് ഈക്വൽ ആണെന്ന് പറഞ്ഞു, ഓൾട്ടർനേറ്റ് എക്സ്റ്റീരിയർ ആംഗിൾസ് ഈക്വൽ ആണെന്ന് പറഞ്ഞു, അതുപോലെ ആംഗിൾസ് ഓൺ ദ സെയിം സൈഡ് ഓഫ് ട്രാൻസ്വേഴ്സൽ അല്ലെങ്കിൽ കോ ഇൻറ്റീരിയർ ആംഗിൾസ് കോ എക്സ്റ്റീരിയർ ആംഗിൾസ് രണ്ടും 180 ഡിഗ്രി സപ്ലിമെൻ്ററി ആണെന്ന് പറഞ്ഞു. അല്ലെങ്കിൽ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇപ്പോൾ 2 പാരലൽ ലൈൻസ്, ഇതാണ് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇപ്പോൾ പഠിക്കാനുള്ളത്. 2 പാരലൽ ലൈൻസ്, അത് പിയും ക്യൂവും പാരലൽ ലൈൻസ് ആണ്. പിയും ക്യൂവും പാരലൽ ലൈൻസ് ആണ്. അപ്പോൾ നമുക്കറിയാം പി പാരലൽ ടു ക്യൂ. ഓക്കെ, ഇനി നമ്മൾ ഈ ക്യൂവിന് പാരലായിട്ട് ഒരു ലൈനും കൂടെ വരയ്ക്കുന്നു, ആർ. അപ്പോൾ നമുക്കറിയാം ക്യൂ പാരലൽ ടു ആർ. അപ്പോൾ ഓർത്തിരിക്കുക, പി പാരലൽ ടു ക്യൂ അല്ലേ. പിയും ക്യൂവും പാരലാണ്, ക്യൂവും ആറും പാരലാണ്. അപ്പോൾ ഈ 2 ലൈൻസ് പാരലാണ്. ഈ 2 ലൈൻസ് പാരലാണെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് എഴുതാം പി പാരലൽ ടു ആർ. 1ഉം 2ഉം പാരലാണ്, 2ഉം 3ഉം പാരലാണെങ്കിൽ 1ഉം 3ഉം പാരലാണെന്ന് പറയാം. ഇതാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ള തിയറം. ഈ ഒരു സെക്ഷനിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള തിയറം. അപ്പോൾ അതിനെ ക്രോസ് ചെയ്തൊരു ലൈൻ പോവുകയാണെങ്കിൽ ഇതിനകത്ത് കറസ്പോണ്ടിങ് ആംഗിൾസും ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾസും ഒക്കെ വരുമോ, നമ്മൾ ഓൾറെഡി അറിയാവുന്നതാണ്, നമ്മൾ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്തതല്ലേ. അതായത് ഈ 3 ലൈൻസും പാരലായിട്ട് വരും. ഈ 2 ലൈൻസ് പാരലാണ് തന്നിട്ടുണ്ട്, ഈ 2 ലൈൻസും പാരലാണ് തന്നിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ ലൈനും അവസാനത്തെ ലൈനും പാരലാണ് നമുക്ക് പറയാം. ഇതാണ് നമുക്ക് പഠിക്കാനുള്ള തിയറം, പാരലൽ ലൈൻസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള തിയറം. ഓക്കെ, ഇനി ഇതിനകത്ത് വരുന്ന ഇതെല്ലാം ഇതിനകത്ത് 3 കറസ്പോണ്ടിങ് ആംഗിൾസ് വരും. നോക്കി, ഇത് 3ഉം കറസ്പോണ്ടിങ് ആംഗിൾസ്, ഇത് 3ഉം കറസ്പോണ്ടിങ് ആംഗിൾസ് അല്ലേ. ഇതിനിവിടെ വരുന്ന ആംഗിൾസ് കറസ്പോണ്ടിങ് ആംഗിൾസ് 3 വീതം വരും. നമ്മൾ നേരത്തെ പറഞ്ഞ 2 ലൈൻസ് വരുമ്പോഴത്തേക്ക് അതിനകത്ത് 2 ആംഗിൾസ് വീതമാണെങ്കിൽ ഇതിൽ 3 ആംഗിൾസ് വീതം വരും. ഓക്കെ, ഇനി ഇത്രയും മതി നിങ്ങൾക്ക് 8.2 നെക്സ്റ്റ് എക്സസൈസ്, സെക്കൻഡ് എക്സസൈസ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി. തേർഡ് എക്സസൈസ് നിങ്ങൾക്ക് ഡിലീറ്റഡ് പോർഷൻ ആണെങ്കിലും അതിൽ പറയുന്നത് ആംഗിൾസം പ്രോപ്പർട്ടിയാണ്. ആംഗിൾസം പ്രോപ്പർട്ടി ഓഫ് എ ട്രയാങ്കിൾ. ഒരു ട്രയാങ്കിളിൻ്റെ ആംഗിൾസം, ട്രയാങ്കിളിൻ്റെ എന്നല്ല ഏത് ഫിഗറിൻ്റെ ആണെങ്കിലും ഏതൊരു പോളിഗണിൻ്റെ ആണെങ്കിലും ആംഗിൾസം കണ്ടുപിടിക്കാൻ, സം ഓഫ് ദ ആംഗിൾസ് ഇൻറ്റീരിയർ ആംഗിൾസ് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. n-2 × 180 ആണ് ഇക്വേഷൻ. ഈ ഇക്വേഷൻ ഉപയോഗിക്കുകയാണെങ്കിൽ ഏത് ഫിഗറിൻ്റെ ആണെങ്കിലും, ഇപ്പോൾ ട്രയാങ്കിൾ ആണെങ്കിലും ക്വാഡ്രിലാറ്ററൽ ആണെങ്കിലും പെൻറ്റഗൺ ആണെങ്കിലും എല്ലാത്തിൻ്റെയും ആംഗിൾ സം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇൻറ്റീരിയർ ആംഗിളിൻ്റെ സം, എക്സ്റ്റീരിയർ ആംഗിളിൻ്റെ സം 360 ഡിഗ്രിയാണ് എല്ലാത്തിൻ്റെ ഏത് ഫിഗർ ആണെങ്കിലും. പക്ഷേ ഇൻറ്റീരിയർ ആംഗിളിൻ്റെ സം കണ്ടുപിടിക്കണമെങ്കിൽ n-2 × 180 വെച്ച് കണ്ടുപിടിച്ചാൽ മതി. n എന്ന് പറയുന്ന നമ്പർ ഓഫ് സൈഡ്സ് ആണ്. ഇപ്പോൾ ട്രയാങ്കിൾ ആണെങ്കിൽ n-2 × 180 3 - 2 × 180 നോക്കിയാൽ മതി. അതായത് എത്ര കിട്ടും, 1 × 180 കിട്ടും. ഇപ്പോൾ പിന്നെ ക്വാഡ്രിലാറ്ററൽസ് ആണെങ്കിലോ 4 - 2 × 180, അതായത് 2 × 180 360 ഡിഗ്രി കിട്ടും. ഓക്കെ, ഇതുപോലെ ഏത് ഫിഗർ ആണെങ്കിലും കണ്ടുപിടിക്കുക. ഇപ്പോൾ ആംഗിൾസം പ്രോപ്പർട്ടി ഓഫ് ട്രയാങ്കിളും കൂടി ഇതിനകത്ത് ഉണ്ടായിരുന്നു, ഡിലീറ്റഡ് ആണെങ്കിലും അത് ചിലപ്പോൾ ചില ക്വസ്റ്റ്യൻസിലൊക്കെ ആവശ്യമായിട്ട് വരും. അടുത്ത ചാപ്റ്ററിൽ എന്തായാലും ആവശ്യമായിട്ട് വരും ട്രയാങ്കിൾസിൽ. അപ്പോൾ ഇത് ഓർത്തിരിക്കുക, ഏത് ഫിഗർ ആണെങ്കിലും നമുക്ക് n-2 × 180 കൊണ്ട് അത് ആംഗിൾസം കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ലൈൻസ് ആൻഡ് ആംഗിൾസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൻ്റെ ഒരു ഓവർവ്യൂ. ഇതിൻ്റെ ഒരു മെയിൻ പോയിന്റ്സ് മാത്രമേ പറഞ്ഞുള്ളൂ. ഇതിനകത്തുള്ള എക്സസൈസ് ക്വസ്റ്റ്യൻസ് ഒന്നും പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് മിക്കവാറുള്ളതെല്ലാം പ്രൂവ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ സ്കൂളിൽ പറഞ്ഞു തന്നിട്ടുള്ള പ്രൂഫ് തന്നെ വായിച്ച് നോക്കുക. ഇനിയിപ്പോൾ വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് മനസ്സിലാകും. കാരണം ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം
പറഞ്ഞു കഴിഞ്ഞു. ഈ ചാപ്റ്ററിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ഇത്രയേ ഉള്ളൂ. ഓർത്തിരിക്കുക, ആംഗിൾസിൻ്റെ ടൈപ്പ്, ലൈൻസിൻ്റെ ടൈപ്പ്, അതുപോലെ റിഫ്ലക്സ് ആംഗിൾ പ്രത്യേകം ഓർത്തിരിക്കണം. പാരലൽ ലൈൻസ്, 2 ലൈൻസ് പാരലായിട്ട് വരുന്നു, അതിന് പാരലായിട്ട് മൂന്നാമതൊരു ലൈൻ വരുന്നു, അതിനെ ക്രോസ് ചെയ്ത് ട്രാൻസ്വേഴ്സിൽ പോകുന്നു. അപ്പോൾ അവിടെ വരുന്ന ആംഗിൾസിൻ്റെ പ്രത്യേകതകളെല്ലാം ഓർത്തിരിക്കുക. പിന്നെ അവസാനം പറഞ്ഞ ആംഗിൾസും പ്രോപ്പർട്ടി ഓർത്തിരിക്കുക. ഇനി നിങ്ങളുടെ എക്സസൈസിലുള്ള ക്വസ്റ്റ്യൻസ് ട്രൈ ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇത് അതിൽ കാണിക്കുന്ന നമ്പറിൽ മെസ്സേജ് ഇടാം, അല്ലെങ്കിൽ ഇതിൽ കമൻറ്റായിട്ട് ചെയ്യാം. ഇനി നെക്സ്റ്റ് വീഡിയോ നമുക്ക് ട്രയാങ്കിൾസ് ചെയ്യാം. ഇതുപോലെ ഒരു 10-15 മിനിറ്റ് മാത്രമുള്ള വീഡിയോ ആണ് എല്ലാം ചെയ്യുന്നത് ഇപ്പോൾ. അതുകൊണ്ട് തന്നെ സ്കിപ്പ് ചെയ്യാതെ മൊത്തം കാണുക, എങ്കിൽ മാത്രമേ ഇത് മനസ്സിലാകത്തുള്ളൂ. സ്കിപ്പ് ചെയ്ത് നിങ്ങൾക്ക് അറിയാവുന്ന പോർഷനാണെന്ന് കരുതി സ്കിപ്പ് ചെയ്ത് പോകരുത്. അതുകൂടാതെ ഇത് പ്രയോജനപ്പെടുന്നുണ്ടെങ്കിൽ, ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ കമൻറ്റ് ചെയ്യുക.